നമ്മൾ പറഞ്ഞത് സൈമൺ കമ്മീഷൻ ഇവിടെ വന്നപ്പോൾ ഈ സൈമൺ കമ്മീഷന് എതിരായിട്ട് നമ്മൾ പാസ്സാക്കിയ പ്രമേയം അല്ലേ, ആ പ്രമേയത്തിൻ്റെ പേരായിരുന്നു സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന പ്രമേയമാണ് അല്ലേ. അപ്പോൾ സൈമൺ ഗോ ബാക്ക് എന്നുള്ള പ്രമേയം തയ്യാറാക്കിയത് യൂസഫ് മെഹ്റലി എന്ന് പറയുന്ന ആളാണ് അല്ലേ. യൂസഫ് മെഹ്റലി തയ്യാറാക്കിയ പ്രമേയം 1927 മദ്രാസിൽ വെച്ചിട്ടാണ് അവതരിപ്പിച്ചത്. അന്ന് പ്രസിഡൻ്റായിട്ടുള്ള ആളുടെ പേര് എം എ അൻസാരി എന്നാണ്. ഈ എം എ അൻസാരിയും മറ്റും പാസ്സാക്കിയ സൈമൺ ഗോ ബാക്ക് പ്രമേയം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ. അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ നമ്മളൊന്ന് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാർ, പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, പല ജാതിയിൽപ്പെട്ട ആൾക്കാർ, പല ഗോത്രങ്ങളിൽപ്പെട്ട ആൾക്കാർ, നിങ്ങൾക്കൊരിക്കലും ഇന്ത്യ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടതാ ഞങ്ങൾ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. വെല്ലുവിളിയാണ്. അപ്പോൾ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചു. നമ്മൾ എന്ത് ചെയ്തു? മോട്ടിലാൽ നെഹ്റുവിനെയും ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും NM ജോഷിനെയും PC ജോഷിനെയും അങ്ങനെ കുറേ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് ഈ കമ്മിറ്റി ഇന്ത്യയുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി. ഈ റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെഹ്റു റിപ്പോർട്ട്. അപ്പോൾ നെഹ്റു റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണം വേണം എന്ന അന്നതിൽ ആവശ്യപ്പെട്ടില്ല. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ ആ ആധിപത്യത്തിൽ തന്നെയുള്ള ഒരു ഭരണ സംവിധാനം മതി എന്ന റിപ്പോർട്ടാണ് വെച്ചത്. അതിന് നമ്മൾ പറഞ്ഞ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നാണ്. പിന്നെ മൗലിക അവകാശങ്ങൾ വേണം, ഭരണഘടന വേണം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പദവി വേണം, പൊതുവായിട്ടുള്ളൊരു ഭാഷ വേണം, ഒരു കോടതി വേണം, ഇങ്ങനെയുള്ള കുറേ ഡിമാൻഡുകളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നാണ് പറഞ്ഞത്. ഡൊമീനിയൻ സ്റ്റാറ്റസിൻ്റെ പുത്രികാ രാജ്യ പദവി, അതായത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും MP മാരും ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾ, രാഷ്ട്രപതിയുടെ സ്ഥാനത്തിരിക്കുന്നയാൾ ഗവർണർ ജനറൽ, അത് ബ്രിട്ടീഷുകാർ വിടുന്നയാൾ. ഈ സംവിധാനമാണ് നമ്മളീ പറഞ്ഞത്. ഏത്? ഡൊമീനിയൻ സ്റ്റാറ്റസ്. അപ്പോൾ ഈ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെതിരായിട്ട് തർക്കമുണ്ടായി. തർക്കം എന്ന് പറയുന്നത് ചെറുപ്പക്കാരും മുതിർന്ന ആൾക്കാരും തമ്മിലാണ് തർക്കം ഉണ്ടായത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കി. ചെറുപ്പക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എന്തായി? നെഹ്റു റിപ്പോർട്ട് ഏകദേശം തകരുന്നൊരു ഘട്ടം വന്നു. ഈ സമയത്ത് മുഹമ്മദ് അലി ജിന്നയും പ്രശ്നം ഉണ്ടാക്കി. മുഹമ്മദ് അലി ജിന്ന പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞ കാര്യം എന്നറിയാവോ? മുസ്ലിങ്ങൾക്ക് 1909 അനുവദിച്ചു കൊടുത്ത പ്രത്യേക സംവരണ മണ്ഡലമുണ്ട് അല്ല, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്ന മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിൽ കൊണ്ടുവന്ന ആ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്നതിനെ ഇല്ലാതെയാക്കണം എന്ന രീതിയിലുള്ള ഒരു ഡിമാൻഡ് നെഹ്റു റിപ്പോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ജിന്ന പറഞ്ഞു. എന്നിട്ട് ജിന്ന പുതിയതായിട്ട് 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതാണ് 14 പോയിൻറ്റ്സ് ഓഫ് ജിന്ന എന്ന പേരിൽ അറിയപ്പെട്ടത് അല്ലേ. 14 പോയിൻറ്റ്സ് ഓഫ് ജിന്ന എന്ന പേരിൽ അറിയപ്പെട്ടത് ഇതാണ്. അപ്പോൾ 14 പോയിൻറ്റ്സ് ഓഫ് ജിന്നയും അതേപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഇവരുടെ ഡിമാൻഡും കൂടി വന്നപ്പോൾ എന്തായി? നെഹ്റു റിപ്പോർട്ട് നടപ്പിലാക്കാൻ പ്രയാസമുണ്ടായി. അപ്പോൾ മോട്ടിലാൽ നെഹ്റു സീനിയറായിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതോടുകൂടി മൊത്തത്തിൽ ഒരു കലുഷിതമായൊരു അന്തരീക്ഷം ഉണ്ടാവുകയും സംഘടന എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുക്കണം എന്ന ഒരു ഡിമാൻഡിലേക്ക് വരികയാണ്. ഈ സമയത്തിലാണ് 40 വയസ്സ് മാത്രം പ്രായമുള്ള ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. അതൊക്കെ മുൻപ് വരെ പ്രായം കൂടിയ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇത് 40 വയസ്സ് മാത്രമുള്ള നെഹ്റു പ്രസിഡൻ്റായിട്ട് വരികയാണ്. നെഹ്റു പ്രസിഡൻ്റായിട്ട് വന്ന ആ വർഷമാണ് 1929 എന്ന് പറഞ്ഞ വർഷം. 1929 സമ്മേളനം നടന്നതാണ് ലാഹോറിൽ വെച്ച് സമ്മേളനം നടക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഈ ചെറുപ്പക്കാർ അവർ നേരത്തെ മുന്നോട്ട് വെച്ച ഡിമാൻഡ് ഉണ്ടല്ലോ, എന്തായിരുന്നു? ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നൊരു പ്രമേയം അവരവതരിപ്പിച്ചത്. അപ്പോൾ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പൂർണ്ണ സ്വരാജ് ഞങ്ങൾക്ക് കിട്ടണം, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഞങ്ങൾക്ക് കിട്ടണം, ആ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണെന്നും കൂടി പറഞ്ഞു. അതായത് 1930 അല്ലേ, ജനുവരി 1 മുതൽ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം. അതായത് ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം 1929 ഡിസംബർ 31 വരെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലാഹോറിലെ രവി നദിയുടെ തീരത്ത് നെഹ്റുവിൻ്റെ അനുചരന്മാർ, സമ്മേളന വേദിയിൽ പങ്കെടുക്കാനെത്തിയ ആൾക്കാർ, ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ത്രിവർണ്ണ പതാക ഉയർത്തുകയാണ്. അപ്പോൾ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു.
1929 ഡിസംബർ 31 അർദ്ധരാത്രി രവി നദിക്കരയിലാണ്. അപ്പോൾ അവിടെ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ തീരുമാനം എത്തിക്കണ്ടേ? അന്ന് ഇന്നത്തെ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഈ സമ്മേളന വേദിയിൽ പങ്കെടുത്ത ആളുകളെല്ലാം അവരവരുടെ നാടുകളിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരേ ദിവസം ഇന്ത്യയിലെല്ലായിടത്തും ത്രിവർണ്ണ പതാക ഉയർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അതാണ് നല്ലത് തീരുമാനിച്ചു. അങ്ങനെയാണ് ജനുവരി മാസം 26, 1930 ഇന്ത്യയിൽ എല്ലായിടത്തും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. ആ സ്വാതന്ത്ര്യ ദിനം പ്രഖ്യാപിച്ചതോടു കൂടിയിട്ട് സംഘടനയെ നിരോധിക്കാനുള്ള ശ്രമം ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. അതേ തുടർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മളൊരു ശക്തമായ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനിച്ച് പാസ്സാക്കിയ പ്രമേയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിക്കണമെന്നും അതിൻ്റെ ലീഡർഷിപ്പ് ഗാന്ധിജി ഏറ്റെടുക്കണമെന്നും തീരുമാനിച്ച സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. വർഷമാണ് 1929. പ്രസിഡൻ്റാണ് ജവഹർലാൽ നെഹ്റു. ഇതാണ് നമ്മളീ പറഞ്ഞ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രമേയം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന പ്രമേയങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങൾ മാത്രമല്ല, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങൾ കൂടി വരും. അതേതൊക്കെയെന്നറിയാവോ? മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രമേയം, മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രമേയം ഏതാണ്? കമ്മ്യൂണൽ അവാർഡല്ല, പാകിസ്ഥാൻ പ്രമേയമാണ് അല്ലേ? അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രമേയം അത് വരുന്നത് 1940. പക്ഷേ 40 പാകിസ്ഥാൻ എന്നൊരു പ്രമേയം വരണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് മറ്റു ചില പ്രമേയങ്ങൾ കൂടി നടക്കണം. അതായത് നമുക്കൊരു മഹാനായ കവി ഉണ്ടായിരുന്നു, സാരേ ജഹാം സെ അച്ഛ ഹിന്ദു സിതാഹമാര എന്ന് പറയുന്ന പോലെ. മുഹമ്മദ് ഇക്ബാൽ എന്ന് പറഞ്ഞ കവി കേട്ടിട്ടില്ലേ? പാകിസ്ഥാൻ്റെ ദേശീയ കവിയായിട്ടാണ് അദ്ദേഹത്തെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം എന്നുള്ളത് ജനകീയമാക്കിയത് ഈ പറയുന്ന മുഹമ്മദ് ഇക്ബാലാണ്. അവിടെ ഭഗത് സിംഗും അതുക്ക് മുമ്പ് മംഗൽ പാണ്ഡെയും ഒക്കെ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദെങ്കിലും കവിതയിലൂടെ അതിനെ ജനകീയമാക്കിയ ആളെന്ന് പറയുന്നത് മുഹമ്മദ് ഇക്ബാലാണ്. ഈ മുഹമ്മദ് ഇക്ബാലാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആശയം പ്രചരിപ്പിച്ച വ്യക്തി. പക്ഷേ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ഇത് പറയണ്ടേ? അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതാരെന്നറിയാവോ? അത് ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ചൗധരി റഹ്മത്ത് അലി. ഈ ചൗധരി റഹ്മത്ത് അലി എന്ന് പറയുന്ന ആളാരാന്നറിയാവോ? അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്നു, നിയമവിദ്യാർത്ഥി. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിയമവിദ്യാർത്ഥിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലണ്ടനിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് നടക്കുന്നത്. ലണ്ടനിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൻ്റെ പേരായിരുന്നു വട്ടമേശ സമ്മേളനം എന്ന് പറയും അല്ലേ? നമ്മൾ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ 3ാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ആ 3ാമത്തെ വട്ടമേശ സമ്മേളനം അധികം ആളുകൾക്കാർക്കും താല്പര്യമില്ലായിരുന്നു. കാര്യം 1ാമത്തെയും 2ാമത്തെയും വട്ടമേശ സമ്മേളനത്തിന് പോയത് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും കിട്ടിയില്ല. അതുകൊണ്ട് 3ാമതൊരു വട്ടമേശ സമ്മേളനം നടന്നു. 3ാമതേ ഒരു വട്ടമേശ സമ്മേളനം നടന്നു. ആ 3ാമത് നടന്ന വട്ടമേശ സമ്മേളനമാണ് യഥാർത്ഥത്തിൽ ചൗധരി റഹ്മത്ത് അലിക്ക് പങ്കെടുക്കാനുള്ള ഒരു അവസരമായിട്ട് വന്നത്. 3ാമത് നടന്ന വട്ടമേശ സമ്മേളനം ചൗധരി റഹ്മത്ത് അലിക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് വരികയാണ്. ചൗധരി റഹ്മത്ത് അലി 3ാമത് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ വട്ടമേശ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ചൗധരി റഹ്മത്ത് അലി എന്തിനെക്കുറിച്ച് പറയുന്നത്? പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ്, അഫ്ഗാൻ അല്ലേ, കാശ്മീർ അല്ലേ, ഇസ്ലാമാബാദ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക മുസ്ലിം പ്രൊവിൻസാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് ചൗധരി റഹ്മത്ത് അലി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ചൗധരി റഹ്മത്ത് അലി മുന്നോട്ട് വെച്ച നിർദ്ദേശം പഞ്ചാബ്, അഫ്ഗാൻ, കാശ്മീർ, ഇസ്ലാമാബാദ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഇത്രയും പ്രദേശങ്ങളടങ്ങുന്നൊരു പ്രദേശം, അതാണ് പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ ഒരു പ്രത്യേക മുസ്ലിം പ്രവിശ്യയായിട്ട് വേണം എന്നാണ് 1932 ചൗധരി റഹ്മത്ത് അലി പറഞ്ഞത്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മുഹമ്മദ് ഇക്ബാലിനെ ഇങ്ങനൊരാശയം നല്ലൊരാശയമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് മുഹമ്മദ് ഇക്ബാൽ എന്ത് ചെയ്തു? അദ്ദേഹം ഈ ആശയം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെയും ലേഖനങ്ങളിലൂടെയും ഒക്കെ ഇത് പ്രചരിപ്പിച്ചു. ലണ്ടനിലെ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യം ഇന്ത്യ മുഴുവനും പ്രചരിപ്പിച്ച ആളാണ് മുഹമ്മദ് ഇക്ബാൽ.
ഈ മുഹമ്മദ് ഇക്ബാൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇവിടെ മറ്റ് ചില സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ ബ്രിട്ടീഷുകാർ നമ്മൾ ഇന്ത്യക്കാരുമൊക്കെ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇലക്ഷനിൽ പാർട്ടികളെല്ലാം മത്സരിക്കുന്ന പാർട്ടികളിൽ മുസ്ലിം ലീഗ് തോറ്റുപോകുന്നു, ഹിന്ദു മഹാസഭ തോറ്റുപോകുന്നു. ജയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, മതപാർട്ടികളല്ല, രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ഈ പാർട്ടികൾ ജയിച്ചു വരുന്നു. അപ്പോൾ പരാജയപ്പെട്ട പാർട്ടി മുസ്ലിം ലീഗല്ലേ. അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു തോന്നലുണ്ടാവുകയാണ്, ഇന്ത്യ എന്ന രാജ്യത്ത് അവർക്കിനി സ്ഥാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരുടേതായൊരു പ്രത്യേക രാഷ്ട്രം, മതരാഷ്ട്രം രൂപീകരിച്ചെങ്കിൽ മാത്രമേ മുസ്ലിം ലീഗിന് നിലനിൽപ്പുള്ളൂ എന്ന് മുഹമ്മദ് അലി ജിന്നയും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മുഹമ്മദ് ഇക്ബാൽ, അങ്ങനെയുള്ള ആളുകൾക്കൊരു തോന്നലുണ്ടായി. അതോടുകൂടി മുസ്ലിം ലീഗ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. ആ നിലപാടിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് ഗവൺമെൻറ്റൊക്കെ രൂപീകരിച്ചിരിക്കുന്നൊരു ഘട്ടമാണ്. ആ ഗവൺമെൻറ് പ്രവിശ്യ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ്റുകളാണ്. അവിടെ ഓരോ പ്രവിശ്യയിലും ഒരു ഭരണം തുടങ്ങി. ഈ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കാളിയാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യ ഒന്നിലും കക്ഷിയില്ലാത്ത ആളാണ്, പക്ഷേ ബ്രിട്ടീഷുകാരുടെ കോളനികളും ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഖ്യാപനം ബ്രിട്ടീഷുകാർ നടത്തി. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കോളനിയാണ്, പക്ഷേ നമ്മുടെ ഇവിടെ ആരോട് പോലും ചോദിക്കാതെ ബ്രിട്ടീഷുകാർ പറയുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ കോളനികളും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങളുടെ ഒപ്പമാണ് എന്നൊരു പ്രഖ്യാപനം നടത്തി. അപ്പോൾ ഇതിവിടെയുള്ള ആളുകൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് എന്ന പേരിൽ ഭരിക്കുന്നത് എന്തിനാണ്? പ്രവിശ്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തി ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ, പക്ഷേ എന്നിട്ട് ആരോടെങ്കിലും ആലോചിച്ചു? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇവിടെ തുടരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവിശ്യകളിലെ മന്ത്രിസഭ രാജിവെച്ചു. പ്രവിശ്യകളിലെ മന്ത്രിസഭ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ സന്തോഷം നൽകിയത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾക്കാണ്. അവരെന്ത് ചെയ്യുന്നറിയാവോ? ഇത്രയും കാലം മോശപ്പെട്ട ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ മോശം ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു മോചനം ലഭിച്ചിരിക്കുകയാണ്. ഈ മോചനമാണ് വിമോചനം. അതുകൊണ്ട് വിമോചന ദിനമായിട്ട് ഞങ്ങൾ ഈ സമരത്തെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1939 ഡിസംബർ മാസം 22-ാം തീയതി ഡെലിവറൻസ് ഡേ എന്ന പേരിൽ, വിമോചന ദിനം എന്ന പേരിലൊരു ദിവസമൊക്കെ ആചരിക്കുന്നു. അപ്പോൾ എന്തായി? ഒന്നുകൂടി അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ സമയമാണ് പുതിയ ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ കമ്മീഷൻ്റെ പേരാണ് നമ്മൾ കേട്ട് കാണും അല്ലേ? നമ്മൾ ക്രിപ്സ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? 1942 ക്രിപ്സ് മിഷൻ വരുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരും. ആ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലേക്ക് വരുന്നത് യുദ്ധത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാനൊക്കെയാണ് എന്നൊരു വാർത്ത ഇവിടെ പ്രചരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ആ കമ്മീഷൻ ഇവിടെ വരുമ്പോൾ ആ കമ്മീഷൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് പുതിയ വിഷയങ്ങൾ കണ്ടെത്തണ്ടേ? ആ പുതിയ വിഷയങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. അതായത് എന്തായാലും രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു നിലപാടാണുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്കും സ്വാതന്ത്ര്യം വേണം, പാകിസ്ഥാനും സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞൊരു നിലപാടിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ എന്നൊരു രാജ്യം വേണമെന്നൊരു തീരുമാനം എടുത്തുകയാണ്. അതായത് 1940 ലാഹോറിൽ വെച്ച് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം നടക്കുകയാണ്. AP ഫസൽ ഉൽ ഹക്കാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്ന വ്യക്തി. AP ഫസൽ ഉൽ ഹക്ക് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയമാണ് പാകിസ്ഥാൻ പ്രമേയം എന്ന് നമ്മൾ പറയുന്ന പ്രമേയം. അപ്പോൾ പാകിസ്ഥാൻ പ്രമേയം അവതരിപ്പിച്ച ആളുടെ പേരെന്താണ്? AP ഫസൽ ഉൽ ഹക്കാണ് പാകിസ്ഥാൻ എന്ന പ്രമേയം അവതരിപ്പിച്ചത്. AP ഫസൽ ഉൽ ഹക്കാണ്. അപ്പോൾ AP ഫസൽ ഉൽ ഹക്ക് പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു അല്ലേ? പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് AP ഫസൽ ഉൽ ഹക്കാണ്. AP ഫസൽ ഉൽ ഹക്ക് പാകിസ്ഥാൻ എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു. അതെല്ലാവരും പിന്താങ്ങി. അങ്ങനെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം കൂടി ഇവിടെ വേണമെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇവിടെ ആരും വേറെ അതിനെ പിന്തുണയ്ക്കാനൊന്നും പോയില്ല. ഈ സമയത്താണ് അടുത്തൊരു പ്രമേയവുമായിട്ട് കോൺഗ്രസ് വരുന്നത്. കോൺഗ്രസിൻ്റെ പ്രമേയം എന്താണെന്നറിയാവോ? 1940 രാംഗഡ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. രാംഗഡ് ബീഹാറിലാണത്. ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലെടുത്ത തീരുമാനമെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ.
അപ്പോൾ ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളിയാണെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷുകാരുടെ നടപടിക്ക് എതിരായിട്ട് ഒരു സമരം, ആ സമരമാണ് വ്യക്തി സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സമരം. അങ്ങനെ വ്യക്തി സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെട്ടൊരു കാലമാണ് 1940. അങ്ങനെ കോൺഗ്രസ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറയുന്ന വ്യക്തി സത്യാഗ്രഹം എന്ന് പറഞ്ഞ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് പാകിസ്ഥാനാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സമരവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ റെസൊല്യൂഷനും ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറഞ്ഞ റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 1940. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യ യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ച് ഇഴച്ച ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഈ പ്രമേയത്തിൻ്റെ പ്രത്യേകത. പിന്നെ സംഭവിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാം. അതായത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേ പറ്റുകയുള്ളൂ എന്നൊരു നിലപാടിലേക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ അവിടെ നിന്നൊരു മന്ത്രി ഇങ്ങോട്ടേക്ക് അയച്ചു. അതാണ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറഞ്ഞ ക്രിപ്സ് മിഷൻ. ഈ ക്രിപ്സ് മിഷൻ ഇവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് ഭരണഘടന ഉണ്ടാക്കാനുള്ള അനുമതി നൽകാം, യുദ്ധം നിയന്ത്രിക്കുന്ന വാർ അഡ്വൈസറി ബോഡിയിൽ നിങ്ങൾക്ക് അംഗത്വം തരാം, ഈ വക കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിച്ചു, യുദ്ധം കഴിയുമ്പോഴല്ലേ ഇതെല്ലാം കിട്ടുകയുള്ളൂ. ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആര് ജയിക്കുമെന്ന് നമുക്കിതുവരെ അറിവ് കിട്ടിയിട്ടില്ല. ജയമെന്ന് പറയുന്നത് ആരാണ്? ബ്രിട്ടീഷുകാർ ജയിക്കുമോ അതോ ഈ പറയുന്ന നമ്മുടെ അടുത്ത രാജ്യം ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന? ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, ഇവരല്ലേ അച്ചുതണ്ട് ശക്തികളല്ലേ? അച്ചുതണ്ട് ശക്തികൾ ജയിക്കുമോ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്ന അലീഡ് പവേഴ്സ് ജയിക്കുമെന്നൊന്നും പറയാറായിട്ടില്ല. അപ്പോഴാണ് വന്നിട്ട് ഇവൻ പറയുന്നത് യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങളത് തരാം, നിങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. ഗാന്ധിജി പറഞ്ഞ കാര്യം എന്നറിയാമോ? നിങ്ങൾ എന്തായാലും പൊളിയാൻ പോകുന്ന രാജ്യമാണ്, ആ പൊളിയാൻ പോകുന്ന ബാങ്ക് നമുക്കൊരു വാഗ്ദാനം തരികയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യൂ, ഞങ്ങളത് 4 കൊല്ലം കഴിയുമ്പോൾ 10 ഇരട്ടിയാക്കി തരാം. നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യൂ? ഇല്ല. അതേ രീതിയിലാണ് ഗാന്ധിജി അതിന് വിശേഷണം കൊടുത്തത്. അത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, എൻ്റെ സിങ്കിങ് ബാങ്ക്, തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലേക്ക് കൊടുക്കുന്ന പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതാണ് സമയം, ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടാനുള്ള ബെസ്റ്റ് ടൈം ഇതാണ്. ബ്രിട്ടീഷുകാർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കെതിരെ സമരം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം? ജപ്പാൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല, ജപ്പാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരില്ല. അല്ലെങ്കിൽ ജപ്പാൻ ബ്രിട്ടീഷുകാരുടെ രാജ്യമാണെങ്കിൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വരില്ലേ? അപ്പോൾ ജപ്പാൻ അറ്റാക്ക് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവിടെ സമരം നടക്കണം. അതല്ലെങ്കിൽ ജപ്പാൻ കൊണ്ടുവന്ന് പേൾ ഹാർബറിൽ ഇട്ട പോലെ ബോംബ് കൊണ്ടുവന്നിട്ട് നമ്മളെയും കൂടി തീർത്ത് കളയല്ലേ? ജപ്പാന് തോന്നണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് ഇന്ത്യയിലെ ജനത. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവിടെ സമരം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള സമരം. അപ്പോൾ അങ്ങനെ ഒരു സമരം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ പ്രമേയം അവതരിപ്പിച്ചത് എവിടെയെന്നറിയാവോ? ആ പ്രമേയം അവതരിപ്പിച്ച സ്ഥലം ബോംബെ എന്ന സ്ഥലത്താണ്. ബോംബെയിൽ എവിടെയെന്നറിയാവോ ആ പ്രമേയം അവതരിപ്പിച്ചത്? ബോംബെയിൽ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്തിൻ്റെ പേരാണ് ഗോവാലിയ ടാങ്ക് എന്ന് പറയും. ഗോവാലിയ ടാങ്ക്. ഈ ഗോവാലിയ ടാങ്ക്, ഗോവാലിയ പക്ഷേ പശുവിനെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അതാണ് ഗോവാലിയ എന്ന് പറയുന്ന ആൾക്കാർ. ഈ ഗോവാലിയകൾ ടാങ്ക് ഉണ്ട്, പക്ഷേ പശുവിനെ തീറ്റിക്കുക, വെള്ളം കുടിപ്പിക്കുക, അവരുടെ കുളിക്കുക മുതലായ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ടൊരു ടാങ്ക് ഉണ്ട്. അതാണ് ഗോവാലിയ ടാങ്ക്. അവിടെ വലിയൊരു ഗ്രൗണ്ടും ഉണ്ട്. അതാണ് ഗോവാലിയ ടാങ്ക് മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചൊരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അവിടെ ഒരു സമ്മേളനം ചേരുകയാണ്. 1942 ഓഗസ്റ്റ് മാസം 8-ാം തീയതി അവിടെ വെച്ചൊരു സമ്മേളനം ചേർന്നു. ഈ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തു ചോദിച്ചാൽ, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സുഭാഷ് ചന്ദ്രബോസ് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അകത്തുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എതിരായിട്ട് മാറിയേക്കുമെന്നൊരു ചിന്തയും ഉണ്ടായിരുന്നതിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ശക്തമായൊരു സമരം തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ആ സമരത്തിനൊരു പേര് നിർദ്ദേശിക്കാനായിട്ട് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ അവിടെ കൂടിയ ആൾക്കാരെല്ലാവരും പല പല പേരുകളിട്ട്, നമ്മൾ ഈ വള്ളം കളിക്ക് ഭാഗ്യചിഹ്നം വരച്ചിട്ട് എൻ്റെ പേരിടാൻ പറയുന്ന പോലൊരു മത്സരമായിട്ട് കൂട്ടി ആൾക്കാർ. പല പല പേരുകളും വന്നു. അതിൽ നിന്ന് ഏറ്റവും രസകരമായ പേര്, എല്ലാവർക്കും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നൊരു പേര്, അതായത് വായിച്ചു കഴിയാൻ നേരത്ത് കൊച്ചുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്നൊരു പേര് തിരഞ്ഞെടുത്തു. ആ പേരായിരുന്നു ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പേര്, അല്ലേ? ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ മുദ്രാവാക്യം എഴുതി കൊടുത്ത ആളാരാണ്?
നമ്മൾ നേരത്തെ സൈമൺ ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യം എഴുതി തന്ന ആളെന്ന് പറഞ്ഞില്ലേ, ആരാണ്? യൂസഫ് മെഹ്റലി എന്ന് പറയുന്ന ആളാണ് അല്ലേ. അങ്ങനെ യൂസഫ് മെഹ്റലിയാണ് ഈ മുദ്രാവാക്യവും നമുക്ക് എഴുതി തന്നത്. അങ്ങനെ മുദ്രാവാക്യങ്ങൾ നമുക്ക് എന്തായി കിട്ടി. ഈ മുദ്രാവാക്യങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അന്ന് പ്രസിഡൻ്റായിട്ടിരിക്കുന്നയാൾ മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആൾ മൗലാന അബുൽ കലാം ആസാദാണ്. ഈ ആസാദ് എന്ത് തീരുമാനിച്ചു? ഈ പ്രമേയം വാക്സാമർഥ്യമുള്ളൊരു വ്യക്തിയെ കൊണ്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വാഗ്മിയായിട്ടുള്ള ഒരാളുണ്ട്. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നല്ല ഒരു പ്രമേയം അങ്ങോട്ട് എഴുതി തയ്യാറാക്കാൻ പറഞ്ഞു. അങ്ങനെ ജവഹർലാൽ നെഹ്റു എഴുതി തയ്യാറാക്കിയ പ്രമേയമാണ് ഏത് പ്രമേയം? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രമേയം. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ പ്രമേയം, അതാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ഈ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അതോടുകൂടി എന്തായി? നമ്മുടെ ഇവിടെ സമര പരമ്പരകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സമ്മേളന വേദിയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ്? ഇത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ നടത്തുന്ന അവസാനത്തെ സമരമാണ്. നിങ്ങൾക്കൊന്നുകിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കാം, അതല്ലെങ്കിൽ മരിച്ചതിന് തുല്യമായിട്ട് ഇവിടെ ജീവിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഡു ഓർ ഡൈ. അതായത് പ്രവർത്തിക്കുന്നവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലേ, പ്രവർത്തിക്കാതിരിക്കുന്നവർ മരിച്ചതിന് തുല്യമായിട്ടുള്ള ആൾക്കാർ. അതാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ചത് അല്ലേ, ഡു ഓർ ഡൈ. പിന്നെ പറഞ്ഞതായിരിക്കും ബ്രിട്ടീഷുകാരോട് പറഞ്ഞതായിരിക്കും ക്വിറ്റ് ആൻഡ് ലീവ് ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് അല്ലേ. ക്വിറ്റ്, ബ്രിട്ടീഷുകാരോട് പറഞ്ഞ കാര്യം എന്താ പറയുക? ക്വിറ്റ് ഇന്ത്യ ആൻഡ് അല്ലേ ഇന്ത്യ എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. ക്വിറ്റ് ആൻഡ് ലീവ് ഇന്ത്യ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ത്യ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യ വിട്ട് പോകാനുള്ള നമ്മൾ പറഞ്ഞത് ആരോട്? ബ്രിട്ടീഷുകാരോട്. അപ്പോൾ മുസ്ലിം ലീഗുകാർ വീണ്ടും ഒരു പ്രമേയം പാസ്സാക്കി. നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ എന്ത് വേണം? വിഭജനം നടത്തിയിട്ട് പോകാവുള്ളൂ എന്നാണ് പറഞ്ഞത് അല്ലേ. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറഞ്ഞൊരു പ്രമേയം മുസ്ലിം ലീഗ് പാസ്സാക്കി അല്ലേ. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറഞ്ഞൊരു പ്രമേയമാണ് പാസ്സാക്കിയത്. അപ്പോൾ ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറഞ്ഞ പ്രമേയം പാസ്സാക്കിയത് മുസ്ലിം ലീഗാണ്. 1943 1943 എവിടെ വെച്ചാൽ പാസ്സാക്കിയെന്നറിയാവോ? 1943 കറാച്ചിയിൽ വെച്ചിട്ടാണ് പാസ്സാക്കിയത്. അങ്ങനെ കറാച്ചിയിൽ വെച്ചിട്ട് 1943 മുസ്ലിം ലീഗ് പാസ്സാക്കിയ ആ പ്രമേയത്തിൻ്റെ പേരാണ് ഏത്? ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രമേയമാണ് പാസ്സാക്കിയത്. അതിനുശേഷം സമരമെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു. ആ സമരമെല്ലാം നടന്ന് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നൊരു ഘട്ടം വന്നു. ആ സമരമൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്ന ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു പ്രമേയം കൂടി പാസ്സാക്കി. അതായത് 1946 മീററ്റ് സമ്മേളനമാണ്. മീററ്റ്, ആ മീററ്റിൽ വെച്ചിട്ട് ആചാര്യ JB കൃപലാനിയാണ് പ്രസിഡൻ്റായിട്ടിരിക്കുന്നയാൾ. ആ കൃപലാനി പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പാസ്സാക്കാൻ പറ്റുന്ന പ്രമേയം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രമേയം 1947 പാസ്സാക്കി. അത് നെഹ്റുവും JB കൃപലാനിയും കൂടി ചേർന്നിട്ടാണ് പാസ്സാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ്? പല പല സമരങ്ങളും എല്ലാം വിജയിച്ച് നമുക്ക് സ്വാതന്ത്ര്യമെല്ലാം കിട്ടി. പിന്നെ വരുന്ന പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കണമെന്ന് പറഞ്ഞുള്ള ഒരു കാര്യമാണ് അല്ലേ. ഭരണഘടന, ആ ലക്ഷ്യപ്രമേയം എന്ന് പറഞ്ഞൊരു പ്രമേയമാണ്. അത് 1946 ഡിസംബർ മാസം 13 പാസ്സാക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ജവഹർലാൽ നെഹ്റുവാണ് അത് പാസ്സാക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രമേയങ്ങളൊക്കെ പാസ്സായി. ഏറ്റവും അവസാനം പാസ്സായ പ്രമേയം എന്ന് വെച്ചാൽ സോഷ്യലിസം അംഗീകരിച്ചുകൊണ്ടുള്ളൊരു പ്രമേയമാണ് പാസ്സായത്. 1955 തമിഴ്നാട്ടിലെ ആവടി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. 1955 തമിഴ്നാട്ടിലെ ആവടി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു പ്രമേയം പാസ്സാക്കുന്നത്. ആ പ്രമേയം എന്ന് പറയുന്നത് ഏത് പ്രമേയമായിരുന്നു? സോഷ്യലിസം എന്ന് പറഞ്ഞൊരു പ്രമേയമായിരുന്നു. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ, വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ ഘന വ്യവസായങ്ങൾ വിപ്ലവകരമായ രീതിയിൽ കൊണ്ടുവരുന്ന, നമ്മുടെ കേട്ടിട്ടില്ലേ ഭിലായിലെയും മറ്റുമൊക്കെ ഉരുക്ക് നിർമ്മാണശാലകളൊക്കെ വന്നത് കേട്ടിട്ടില്ലേ? റഷ്യൻ സഹായത്തോടു കൂടിയൊക്കെ വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഉരുക്ക് വ്യവസായങ്ങൾ ആരംഭിച്ചുകൊണ്ട്, ഘനവ്യവസായങ്ങൾ ആരംഭിച്ചുകൊണ്ട് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ആവടി സമ്മേളനത്തിൻ്റെ ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രമേയങ്ങളെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രമേയങ്ങൾ ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.